ഞാൻ ഇളങ്ങുമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പേര് രസീല പ്രിയരാജ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപുകളിൽ ഒന്നായ വൈപ്പിൻകരയിലെ ഒരു മനോഹരമായ പഞ്ചായത്താണ് ഇളങ്ങുമ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 11 കിലോമീറ്റർ ചുറ്റളവിൽ കടലും കായലുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെ അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലകളൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു പഞ്ചായത്താണ് ഇളങ്ങുമ്പുഴ പഞ്ചായത്ത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒട്ടനവധി പ്രകൃതിക്ഷോഭങ്ങളും സുനാമി അടക്കമുള്ള പ്രളയമടക്കമുള്ള ദുരന്തങ്ങൾ വന്നിട്ട് പോലും വലിയ കാര്യമായിട്ടുള്ള വലിയ പ്രതിസന്ധി കൂടാതെ ഞങ്ങൾ മുന്നോട്ട് പോയത് ഞങ്ങളുടെ മനോഹരമായിട്ട് ഞങ്ങളുടെ ബീച്ചുകളിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ കാറ്റാടി മരങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ടും അല്ലാതെ നമ്മൾ പല NGOസുമായിട്ട് ചേർന്നുകൊണ്ടും നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ എല്ലാം ഞങ്ങളുടെ തീരദേശത്തെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇന്നും ഞങ്ങളുടെ പഞ്ചായത്തിനെ ബലപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളി മേഖലകളിലും ആണെങ്കിലും ഒരുപാട് പ്രത്യേകിച്ച് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട തോടുകളും ഇടത്തോടുകളെല്ലാം വളരെയധികം ക്ലീൻ ചെയ്യാനും അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നമ്മൾക്ക് ഇവിടെ സാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന വെള്ളക്കയറ്റമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ കടൽ നിരപ്പ് ഉയരുകയും അതുപോലെ തന്നെ കായലുകൾ ഈ പറഞ്ഞ പോലെ കായലുകൾ നികന്നു കിടക്കുന്നതെല്ലാം ഞങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിട്ടാണ് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യത്തെ വേലിയേറ്റം വളരെ രൂക്ഷമായിരുന്നു. കാരണം മുമ്പോ 1-2 ദിവസങ്ങളിലൊക്കെ അത് അവസാനിക്കുമെങ്കിൽ ഇന്നിപ്പോൾ അത് വളരെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമായിട്ട് മാറി. ഞങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആറമ്പിത്തോടാണ്. ആറമ്പിത്തോടിന്റെ അഴിമുഖവുമായി ചേർന്ന് കിടക്കുന്ന ഒരു ഏകദേശം 3 കിലോമീറ്ററുള്ള ഒരു തോടാണ് ആറമ്പിത്തോട്. കടലിന്റെ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും പിറ്റേ ദിവസം തന്നെ അത് മണ്ണുകൊണ്ട് മൂടപ്പെട്ടു പോകുന്ന ഒരു പ്രതിഭാസമുണ്ട്. അപ്പൊ ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനം ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള പല ഓഫീസുകളിലും നമ്മൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ശാസ്ത്രീയ പഠനം ഉണ്ടാവണം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് തീരദേശ മേഖലയിൽ ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നമായി ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഡാറ്റാസ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ക്യാൻസർ പേഷ്യൻസിന്റെ, കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം വളരെയധികം കൂടുതലായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങളുടെയും എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് CSR ഫണ്ട് ഉപയോഗിച്ചും MP ഫണ്ടിൽ നിന്നും നല്ല മനോഹരമായ നമ്മൾ ഓപ്പൺ ജിം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. മത്സ്യഫെഡിന്റെ ഒരു കണ്ടൽ പാർക്ക് നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഉള്ളതാണെങ്കിൽ കൂടിയും അത് ഈ അടുത്ത് നമ്മൾ അപ്പോളോ ടൈൽസിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട്. അവിടെ ആകെ വെള്ളക്കെട്ടിൽ ആയിരുന്ന ആ ഒരു നമ്മുടെ കണ്ടൽ പാർക്ക് വളരെ മനോഹരമായിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ബെഞ്ചുകളും അതൊക്കെ ഒരുക്കി. പിന്നെ റോഡ് അത് റബ്ബർ കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള, ടയർ കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു നടപ്പാത അവിടെ വിരിക്കാനായിട്ട് സാധിച്ചു. അത് തീർച്ചയായിട്ടും അത് ഭാവിയിൽ നമ്മൾക്കത് എല്ലാ പഞ്ചായത്തുകൾക്കും ഇത്തരം രീതിയിലോട്ട് റോഡ് നിർമ്മാണം, ഇതേപോലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള റോഡ് നിർമ്മാണമായിരിക്കും കുറെ കൂടി സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം വളരെ ഭംഗിയായിട്ടുള്ള ആ ഒരു റബ്ബറൈസ്ഡ് റോഡ് അവിടെ ഉണ്ട്. കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള പങ്ക് എന്താണെന്ന് വിളിച്ചോതിക്കൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ കടലുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവ് നമ്മളെ കാണിച്ചു തരുന്നത്. നമുക്ക് കടൽ എന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങൾക്ക് കാരണമായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വസ്തുത. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നമുക്ക് കൈമാറാൻ ഈ ഒരു കാര്യം മാത്രമാണെന്നുള്ള ബോധ്യം നമ്മളെല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.